അപ്പോൾ ഇന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഹാംസ്റ്ററിനെ വാങ്ങിയിരിക്കുകയാണ്. സോ ആക്ച്വലി ഞങ്ങളിന്ന് നമ്മുടെ കൂട്ടുപാതയിൽ സർവീസിന് കൊടുക്കാൻ പോയതായിരുന്നു വണ്ടി. അപ്പോൾ വണ്ടി സർവീസിന് കൊടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് പെട്ടെന്നൊരു പ്ലാനറ്റ് ഹാംസ്റ്റർ വാങ്ങിയാലോ എന്ന്. അപ്പോൾ ഏതായാലും ബ്രദർ സമ്മതിച്ചു, അവനാണുള്ള ഫണ്ട് ഉണ്ട്. അപ്പോൾ ഏതായാലും ഫണ്ടൊക്കെ സെറ്റാക്കി നമ്മളങ്ങനെ 2 ഹാംസ്റ്ററിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടെത്തിയിട്ടുണ്ട് കേസ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവന്മാരെ സെറ്റാക്കണം. ഹാംസ്റ്റർ മെയിൻലി മെയിൻ്റെനൻസ് കമ്മിയാണ്, അതുപോലെ തന്നെ വളർത്താനും നല്ല ഫ്രണ്ട്ലിയാണ്, നല്ലപോലെ ഫ്രണ്ട്ലിയാണ്. പിന്നെ നമുക്ക് ടൈം പാസ് എന്ന് പറഞ്ഞാൽ അമ്മക്ക് ടൈം പാസ് ആയിരിക്കും. പിന്നെ ടൈം പാസ് എന്ന് പറഞ്ഞാൽ പട്ടിണിക്കിടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളർത്തുന്നവരുണ്ടെങ്കിൽ നല്ലപോലെ കെയർ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ജീവികളൊക്കെ വളർത്താം. ഓക്കെ, ഇപ്പോൾ ഗൈസ് നമ്മുടെ പൂച്ചനെയൊക്കെ മെയിനായിട്ട് മാറ്റി നിർത്തണം, ബിക്കോസ് പൂച്ച കണ്ടതിന് വൻ സീനാണ്. അതുകൊണ്ട് ഈ ഒരു അക്വേറിയത്തിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ആക്ച്വലി ഈ ഒരു ആമനെ നമുക്ക് നമ്മുടെ പൂച്ച കൊണ്ടുവന്നിട്ടതാണ്. അതിന്റെ ഷെല്ലൊക്കെ ഒന്ന് പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഏതായാലും റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവന് തൽക്കാലം നമ്മൾ നമ്മുടെ താമരക്കുളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ അവന് ഫെസിലിറ്റി കൂടുതലേക്കും, കുറച്ച് വെള്ളം കൂടുതലാണോ, നീന്തി കളിക്കാനും കൂടുതലേക്കും. പിന്നെ വലിയ ടാങ്ക് ആയതുകൊണ്ടും സെറ്റാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അക്വേറിയം സെറ്റാക്കാം. അപ്പോൾ ഈ ഒരു അക്വേറിയം മാക്സിമം ഞാനിങ്ങനെ തുടച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാടൊന്നും ഇതാക്കുന്നില്ല, കാരണം നമുക്ക് ടൈം എടുക്കും തോറും റിസ്ക് കൂടുതലാണ്. നമ്മുടെ പൂച്ച ചുറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കാലിൽ ചുറ്റും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മളിപ്പോൾ ഗ്രാസ് ആണ് വെക്കുന്നത്. ആ പ്ലാസ്റ്റിക് ഗ്രാസ് ഇല്ലേ, പ്ലാസ്റ്റിക് മാറ്റിൽ വരുന്ന ഗ്രാസ്, അതാണ് വെച്ചിരിക്കുന്നത്. ബിക്കോസ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ മറ്റേ മരത്തിന്റെ പൊടിയൊക്കെ വെക്കാനാണ്. അപ്പോൾ ഏതായാലും നമ്മൾ അക്വേറിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് ഓക്കെ, ഗ്രാസ് ഒക്കെ വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ഹാംസ്റ്ററിനെ റിലീസ് ചെയ്യാം. അപ്പോൾ ഒരു ഫീമെയിലും മെയിലാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. സോ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നത് ഫീമെയിലും, പിന്നെ ഒരു ക്രീമി ഷെയ്ഡ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അറിയുന്നുണ്ട് എന്ന് അറിയില്ല. ഓക്കെ, അതാണ് മെയിൽ. ഓക്കെ ഗൈസ്, നൈസാണ്, നല്ല കണ്ടുകൊണ്ട് കാണാനൊക്കെ. ഇവർ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ആക്റ്റീവ് പറഞ്ഞാൽ അമ്മാതിരി ആക്റ്റീവാണ്. പിന്നെ ഏതാ പറയുക, കടിക്കും, ചെറുതായിട്ടൊക്കെ കടിക്കും, ബിക്കോസ് അത്ര ഫ്രണ്ട്ലി ആയിട്ടില്ലല്ലോ. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഓട്സും പിന്നെ നമ്മുടെ മുളകരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിക്കുന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിന് വെള്ളം എൻ്റെ അടുത്ത് പറഞ്ഞ് ഫീഡർ ബോട്ടിൽ വെക്കണം എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ടാങ്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അജിത്, ബൈ ബൈ.